അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 107. കിച്ചു കേശവന്റെ തറവാട്ടിലാണ്. നാട്ടിലേക്ക് വന്നപ്പോൾ തൊട്ട് അവൻ അവിടെയാണ് താമസം. റൂമിൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കിച്ചു. ഉള്ളിലെ പേടി കൊണ്ട് അവൻ കൈകൾ തമ്മിൽ പരസ്പരം കോർക്കുകയും ചെയ്യുന്നുണ്ട്. അവന്റെ മനസ്സിൽ അല്പനേരം മുൻപ് കഴിഞ്ഞുപോയ നിമിഷങ്ങളായിരുന്നു. ജ്വാലയ്ക്ക് അഗ്നിയോട് പ്രണയമാണെന്നറിഞ്ഞപ്പോൾ തൊട്ട് ആകെ തകർന്നു പോയിരുന്നു ഞാൻ. ഒരിക്കലും അവൾ അവനെ പ്രണയിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷെ അവൾ അവന്റെ വലയിൽ വീണു. അതും വെറും 4 മാസം കൊണ്ട്. അതെ, വെറും 4 മാസം. കിച്ചു ദേഷ്യത്തോടെ ചുമരിലേക്ക് ആഞ്ഞടിച്ചു. എങ്ങനെ എങ്ങനെ അവൾ അവനെ സ്നേഹിച്ചു? ഇത്രയും വർഷം എന്നോടൊപ്പം എന്റെ കൺമുന്നിൽ ജീവിച്ചിട്ടും ഒരിക്കൽ പോലും അവളുടെ കണ്ണുകളിൽ വിരിയാത്ത ഭാവമായിരുന്നു അന്ന് ഞാൻ അവളിൽ കണ്ടേ. അതും ആ അഗ്നിയെക്കുറിച്ച് പറയവേ, അതിനും വേണ്ടി എന്ത് മേന്മ അവനുള്ളേ. അവളെക്കാൾ പ്രായം കൂടുതൽ, അതും 1-2 അല്ല, 15 വയസ്സിന്റെ വ്യത്യാസം. നിറം അവളുടെ അത്രയില്ല, അവന് ഇരുനിറ. പക്ഷെ ഒത്തൊരു പുരുഷനാ അവൻ. എങ്കിലും അവൾക്കൊരു തരത്തിലും ചേരാത്തവൻ അഗ്നി. എന്നിട്ട് അവൾക്ക് എങ്ങനെ? കിച്ചുവിനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പ്രണയം തോന്നാൻ മാത്രം മേന്മയൊന്നും അവൾക്കില്ലാന്ന്. അവളുടെ സൗന്ദര്യം അത് മാത്ര അവൻ നോക്കിയതെന്നാ കരുതിയേ. പക്ഷെ അല്ല, അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെയുള്ള അഗ്നി ആയിരുന്നില്ല അതിനുശേഷം കണ്ടത്. അവളോട് സ്നേഹമാവന്. പക്ഷെ എങ്ങനെ? അവൾ ഇങ്ങനെ സ്നേഹിക്കാനും വേണ്ടി അവളിൽ ഒന്നുമില്ല. ആകെയുള്ളത് ആ ശരീരം മാത്ര. പക്ഷെ അഗ്നി അതല്ല മോഹിച്ചത്. അവന്റെ പ്രണയായിരുന്നു അവൾ. കിച്ചു കണ്ണുകൾ ഇറുക്കിയടച്ചു. അതെ, അവന്റെ പ്രണയായിരുന്നു അവൾ. അങ്ങനെയല്ലേ അന്ന് അവൻ സുരഭിയോട് പറഞ്ഞ്? അതെ, അങ്ങനെ തന്നെയാ. പക്ഷെ എങ്ങനെയായിരിക്കും അവൻ അവളോട് പ്രണയം തോന്നിയിരിക്കുക? അറിയില്ല, ഒന്നും അറിയില്ല. കിച്ചു തലമുടിയിൽ വലിച്ചുകൊണ്ട് ഉറക്കെ അലറി. ഇല്ലടാഗ്നി, അങ്ങനെ നിങ്ങൾ ജീവിക്കണ്ട. സമ്മതിക്കില്ല അതിനീ ചരൺ. അവൻ കലിയോട് പറഞ്ഞു. പരസ്പരം അവർ രണ്ടാളും ഇപ്പൊ പ്രണയിക്കുന്നുണ്ട്. അപ്പൊ ജ്വാല ഇപ്പോ ഒരുപാട് സന്തോഷത്തിലാ. അവൻ പുച്ഛിച്ചു. ആ സന്തോഷം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തറവാട്ടിലെ വെറും ഒരു കാര്യസ്ഥന്റെ മകളുടെ മകൾ. അവൾ ഇവിടെ ആരുമല്ല. സന്തോഷം എന്തെന്ന് അവൾ അറിയരുത് ഒരിക്കലും. കിച്ചു ഒരു ഭ്രാന്തനെ പോലെ പുലമ്പി. താലി കെട്ടി എൻ്റെ മോഹങ്ങള് അവളെ തീർത്ത് ബാംഗ്ലൂരേക്ക് തിരിച്ചുപോയി അവിടെ തൻ്റെ ജീവിതം ആഘോഷാക്കാന്നൊക്കെ ആയിരുന്നു ആദ്യം മനസ്സിലെ കണക്കുകൂട്ടൽ. വീട്ടിലെനിക്ക് അനുഭവിക്കാൻ ജ്വാലയും പുറത്ത് ഇഷ്ടം പോലെ മറ്റു സ്ത്രീകളും. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അവളെ ഒരു അടിമയാക്കി തറവാട്ടിലെ അടുക്കളയ്ക്കുള്ളിൽ തളച്ചിടാനായിരുന്നു കരുതിയെ. ഒന്നും നടന്നില്ല. അല്ലെങ്കിലും സ്വത്തും പണവും എല്ലാം തീർന്നപ്പോൾ ഒന്നുമില്ലാത്ത അവളെ എനിക്ക് വേണ്ടെന്ന് തന്നെയായിരുന്നു മനസ്സിൽ. എങ്കിലൊരു മോഹം അതിപ്പോഴും ഉള്ളിൽ കിടക്കുന്നുണ്ട്. കിച്ചു ചുണ്ടുകൾ ഒന്ന് നുണഞ്ഞു. എന്നെ തോൽപ്പിച്ചുകൊണ്ട്, എൻ്റെ സ്വപ്നങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് അഗ്നി അവളെ തറവാട്ടിൽ നിന്ന് രക്ഷിച്ചു. എങ്കിലും അവൾ സന്തോഷത്തോടെ കഴിയുന്നത് സഹിക്കാൻ കഴിയില്ലല്ലോ എനിക്ക്. അതുകൊണ്ടാ അവളുടെ കോളേജിന് മുന്നിൽ പോയി ആരും അധികം ശ്രദ്ധിക്കാത്ത, എന്നാൽ അവൾ എന്നെ കാണുന്ന രീതിയിൽ പോയി നിന്നെ. കരുതിയതുപോലെ തന്നെ എന്നെ കണ്ടതോടുകൂടി അവൾ പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളെ തട്ടിക്കൊണ്ട് വരാന്നാ ആദ്യം കരുതിയേ. പക്ഷെ പിന്നെ തോന്നി അത് വേണ്ടാന്ന്. അവൾ അത്രത്തോളം സ്നേഹിക്കുന്ന അഗ്നിയല്ലേ തീരേണ്ടേ. എന്നാലല്ലേ അവള് വീണ്ടും എൻ്റെ കാൽച്ചുവട്ടിലെത്തൂ. അവൻ ചിന്തിച്ചു. പെട്ടെന്ന് ഡോറിലാരോ തട്ടുന്ന ശബ്ദം കേട്ടു. അതാരാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ വാതിൽക്കലേക്ക് നോക്കാതെ ജനലോരം ചെന്ന് നിന്നു. ഡോറ് തുറന്നുകൊണ്ട് ഒരാൾ അകത്തേക്ക് വരുന്നത് കിച്ചു അറിഞ്ഞു. ഡോർ അടച്ചേക്ക്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ആരെങ്കിലും കേൾക്കും, കിച്ചു പറഞ്ഞു. റൂമിലേക്ക് കയറിയ ആൾ തിരികെ പോയി ഡോറടച്ച് കിച്ചുവിന്റെ അടുത്തേക്ക് വന്നു. പോയ കാര്യം എന്തായി? അവൻ തീർന്നോ? കിച്ചുവിന് പുറകിൽ നിൽക്കുന്ന ആള് ചോദിച്ചു. അവൻ മിണ്ടിയില്ല. കിച്ചുവേട്ടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവൻ ആ അഗ്നി തീർന്നില്ലേന്ന്. ഒരു സ്ത്രീ ശബ്ദമായിരുന്നു അത്. സുരഭി, നീ എന്തിനീ രാത്രിയിൽ ഇവിടേക്ക് വന്നേ? തറവാട്ടിലേക്ക് പോവാൻ നോക്ക്, നമുക്ക് നാളെ സംസാരിക്കാം, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവള് ദേഷ്യത്തോടെ അവന്റെ തോളിൽ പിടിച്ച് അവൻ അവൾക്ക് നേരെ തിരിച്ചു നിർത്തി. പറ്റില്ല, ഞാൻ ചോദിച്ചതിന് മറുപടി താ നിങ്ങള്. എന്നെ എൻ്റെ വീട്ടുകാരുടെ മുന്നിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയ അഗ്നി ചത്തു തൊലഞ്ഞോ? എനിക്കത് അറിയണ്ടേ, അവൾ അലറി. ഇല്ല, അവൻ രക്ഷപ്പെട്ടു, കിച്ചു പെട്ടെന്ന് പറഞ്ഞു. എന്താ? അവള് ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ? അവൻ രക്ഷപ്പെട്ടു. ഞാനും എൻ്റെ ഫ്രണ്ട് ജഗനും കൂടിയാ അവനെ കൊല്ലാൻ ശ്രമിച്ച്. ജഗൻ റെന്റിനെടുത്ത കാറാ. നമ്മുടെ സേഫ്റ്റി നോക്കിയത് കൊണ്ട് തന്നെ എനിക്കും അവനൊന്നും പറ്റിയില്ല, കിച്ചു ഗൗരവത്തോടെ പറഞ്ഞു. അപ്പൊ അഗ്നി അവൻ തീർന്നോ? അവള് കണ്ണുവിടർത്തിക്കൊണ്ട് ചോദിച്ചു. കിച്ചുവിന്റെ തല താഴ്ന്നു. ഇല്ല, അവന് നേരെ കാറിടിച്ച് കയറ്റാൻ തന്നെയായിരുന്നു പ്ലാൻ. അതുകൊണ്ട് തന്നെ അവന് രാവിലെ തൊട്ട് ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ അവൻ ഇടിച്ചു എന്ന രീതിയിലെത്തിയപ്പോഴേക്കും അവൻ കാറ് തിരിച്ചു. അവന്റെ കാറ് നേരെ ഒരു മരത്തിൽ ചെന്ന ഇടിച്ച്. വലിയ പരിക്കൊന്നും കാണില്ലായിരിക്കും. എന്താ? കിച്ചു പറഞ്ഞതും അവള് ദേഷ്യത്തോടെ കിച്ചുവിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. സുരഭി, എന്നെ വിട്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇല്ലടാ, വിടില്ല. അവനെ തീർക്കാന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ നീ? അതിനു വേണ്ടിയല്ലേ അവൻ തല്ലിച്ചതച്ചെന്റെ ശരീരം പഴയ പോലെ ആയതും ഞാൻ നിന്നെ കാണാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് വന്നേ.
അഗ്നി അവനെ തീർത്തു തരാന്ന് എനിക്ക് നീ വാക്ക് തന്നതല്ലേ, അതിന്റെ പേരിൽ എന്നീന്ന് പണവും വാങ്ങിയതല്ലേ, എന്നിട്ടിപ്പോ? അവള് ദേഷ്യത്തോടെ അവനിലുള്ള പിടിമുറുക്കി. സുരഭി, ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ഒരു കാർ ആക്സിഡന്റ് ആക്കുമ്പോൾ അവിടെ എനിക്കും എന്തെങ്കിലും പറ്റും, അതുകൊണ്ട് തന്നെ അത്രയും റേറ്റ് കൂടിയ കാറ് തന്നെയാ വാങ്ങിച്ചേ. അതിനാ നിന്നിന്ന് ഞാൻ പണം വാങ്ങിച്ചതും, അല്ലാതെ ഈ പണമൊന്നും ഞാൻ ദൂർത്തടിക്കാൻ വാങ്ങിച്ചതല്ല. അവളുടെ സംസാരം കേട്ട് അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. താൻ കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ തനിക്ക് പണം തന്നത് അവനെ തീർക്കാൻ വേണ്ടിയാ. അതിന് തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ കഴിവുകെട്ട താൻ ഇനി കൂടുതൽ സംസാരിക്കണ്ട എന്റെ മുന്നില്. അവള് നിന്ന് തിളച്ചു. ഡി കിച്ചു പെട്ടെന്ന് ദേഷ്യത്തോടെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. ആ അവള് വേദനയോടെ ശബ്ദമുണ്ടാക്കി. എടി കോപ്പേ, ഞാൻ നിന്റെ ആരാണെന്ന് നിനക്ക് ഓർമ്മ വേണം. ഈ വിലയില്ലാതെ താൻ എടോ എന്നതുപോലെയുള്ള സംസാരം മേലെ നിന്റെ നേർക്ക് തുപ്പിയാ കൊന്നു കുഴിച്ചു മൂടും നിന്നെ ഞാൻ. അതിന് നിന്റെ തന്തയോ തള്ളയോ ചോദ്യം ചെയ്യില്ലേ ഈ ചരണിനെ, മനസ്സിലായോടി? അവൻ ദേഷ്യത്തോടെ അവളെ പുറകിലേക്ക് തള്ളി. സുരഭി ഡോറിൽ പോയി തട്ടി നിന്നു. അവിടെ നിന്നുകൊണ്ട് അവൾ അവനെ വെറുപ്പോടെ നോക്കി. ഒരേട്ടനായിട്ട് തന്നെയല്ലേ ആദ്യം കണ്ടിരുന്നത് ഞാൻ നിങ്ങളെ, പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും അവളെ മതിയായിരുന്നു, ഒരു ജ്വാല. സുരഭി പല്ല് കടിച്ചു. കിച്ചു അവളെ തറപ്പിച്ചു നോക്കി. അത് കണ്ട് അവൾ അവനെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു. എന്തേ, ദേഷ്യം വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് കാര്യം തന്നെയല്ലേ. അവളെ കണ്ടപ്പോൾ നിങ്ങൾ എന്നെ എൻ്റെ അനിയത്തിയെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല, എന്നിട്ടിപ്പോൾ അധികാരം കാണിച്ച് എൻ്റെ നേർക്ക് വരേണ്ട നിങ്ങള്. സുരഭി അലറുകയായിരുന്നു. മിണ്ടാതിരിടി മൈ. അവൻ അവളെ നോക്കി വിളിച്ചു. സ്വന്തം മുഖം നോക്കി വിളിക്കാ പേര്, കഴിവ് കെട്ടവൻ. ഒരു ജോലി ഏൽപ്പിച്ചിട്ട് അത് തീർക്കാൻ പോലും കഴിവില്ലാത്തവൻ. അവളുടെ വാക്കുകളിൽ പരിഹാസമായിരുന്നു. കിച്ചുവിന് അപമാനം തോന്നി. ആദ്യമായിട്ട് ഒരു പെണ്ണിന്റെ മുന്നിൽ ഇതുപോലെ മറുപടിയില്ലാതെ നിൽക്കുന്നേ. അവന് സ്വയം അവനോട് തന്നെ ദേഷ്യം തോന്നിപ്പോയി. സുരഭി, നീ പോവാൻ നോക്ക്, അച്ഛമ്മണ്ട് പുറത്ത്. ആ കിളവി അങ്ങനെ നിന്റെ സംസാരം കേട്ടാ പ്രശ്നാവും. കിച്ചു ദേഷ്യമടക്കി. ഞാൻ പോവാ, പക്ഷെ എനിക്കിത് അറിഞ്ഞാൽ മതിയാവൂ. അഗ്നിദേവിന്റെ കാര്യത്തില് എന്താ കിച്ചുവേട്ടന്റെ തീരുമാനം? അവള് ആ ജ്വാല അവനുമായി സന്തോഷത്തോടെ കഴിയരുത്. അതുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ ഇനി വേണ്ട. ഒരഗ്നിദേവ് കൊന്ന് കളയണം അവനെ. സുരഭി ദേഷ്യം പല്ലുകളാൽ കടിച്ചമർത്തി. ഉറപ്പായിട്ടും സുരഭി, പക്ഷെ തൽക്കാലം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ നാളെ രാവിലെ തന്നെ ബാംഗ്ലൂരിലേക്ക് പോവും. എന്തിന്? സുരഭി അമ്പരപ്പോടെ ചോദിച്ചു. അതുവരെ ഉണ്ടായിരുന്ന കിച്ചുവിന്റെ മുഖഭാവം മാറി പെട്ടെന്ന് അവിടെ ഭയം നിറഞ്ഞതും സുരഭി അവനെ നെറ്റിചുളിച്ചു നോക്കി. അഗ്നി, അവനെന്നെ കണ്ടു. ഞാൻ അവനെ കൊല്ലാൻ നോക്കിയതെന്ന് അവന്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ സുരഭിയെ നോക്കി. അവൻ പറയുന്നത് കേട്ട് പകപ്പോടെ നിൽക്കുന്ന സുരഭിയെ കണ്ട് അവനൊന്ന് നിശ്വസിച്ചു. കിച്ചോട്ട, അപ്പോ ഇനി അഗ്നി പ്രശ്നം ഉണ്ടാക്കോ? അവൾക്ക് ആദിയായി. അവൻ പേരുപോലെ തന്നെ ശരിക്കും അഗ്നിയാ. അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടുന്നതാ ബുദ്ധി. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൻ എന്നെ കണ്ട പ്രശ്നം കൂടുതൽ വഷളാവേ ഉള്ളൂ. അവൻ നമ്മളെ വെറുതെ വിടില്ല. അതുകൊണ്ട് എല്ലാം ഒന്നും അടങ്ങുന്നത് വരെ ഞാനൊന്ന് മാറി നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. കിച്ചു ഗൗരവത്തോടെ പറഞ്ഞു. അഗ്നി കിച്ചുവിനെ കണ്ടു എന്ന് കേട്ടപ്പോൾ സുരഭിക്കും ഒരു ഭയം തോന്നി. എങ്ങാനും കിച്ചുവേട്ടനെ അഗ്നി പിടിച്ച കിച്ചുവേട്ടൻ ചിലപ്പോൾ എൻ്റെ പേരും പറയും. ഞാനും കൂടി ചേർന്നുള്ള പ്ലാനായിരുന്നു ഇതെന്ന് അഗ്നി അറിഞ്ഞ. ആ ചിന്തയിൽ പോലും സുരഭി നടുങ്ങിപ്പോയി. വേണ്ട, അവനൊന്നും അറിയണ്ട. അവള് പുലമ്പി. കിച്ചു അവൾക്കടുത്തേക്ക് വന്നു. തോറ്റുകൊടുക്കല്ല സുരഭി ഞാൻ, പക്ഷെ തൽക്കാലം ഇതല്ലാതെ വേറെ വഴിയില്ല. സുരഭി മൂളി. എന്നാ നീ ചെല്ല്, ഇനി ഇരുട്ടിയാ നിന്റെ അമ്മയ്ക്ക് പേടിയാവും. കിച്ചേട്ടനോട് പോയ കാര്യം എന്തായെന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ കുറെ വിളിച്ചിരുന്നു, എടുക്കാത്തത് കൊണ്ട് അന്വേഷിച്ചു വന്നതാ. അതും പറഞ്ഞുകൊണ്ട് അവള് ഡോറ് തുറന്നു. നീ എങ്ങനെ വന്നേ? കിച്ചു ചോദിച്ചു. സ്കൂട്ടിയില്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവള് പുറത്തേക്ക് പോയി. കിച്ചു തളർച്ചയോടെ ബെഡിലേക്കിരുന്നു. അഗ്നി അവനെ നിന്ന് കാണാൻ പാടില്ലായിരുന്നു. ഛേ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷെ അപ്പോഴും സ്റ്റീറിങ്ങിൽ തലയിടിച്ച് നെറ്റി പൊട്ടിയിട്ടും തല ഉയർത്തി മുന്നിലേക്ക് നോക്കി അഗ്നിയെ ഓർമ്മ വന്നതും കിച്ചു ഒന്ന് ഞെട്ടി. എന്നെ അവൻ കണ്ടിട്ടുണ്ട്. ഇല്ല, തൽക്കാലം അവൻ്റെ മുന്നിൽ പോയി പെടരുത്. ആലോചനയോടെ ബെഡിലേക്ക് കിടന്നു അവൻ. അപ്പോഴും സ്റ്റീറിങ്ങിൽ നിന്നും തലയുയർത്തി തന്നെ നോക്കിയ അഗ്നിയുടെ കണ്ണുകളിലെ ദേഷ്യമോർക്കവേ കിച്ചുവിന് തൻ്റെ ശരീരം വിറച്ചുപോയി. രാവിലെ അഗ്നി ഉണരുമ്പോൾ ജ്വാല ബെഡിലുണ്ടായിരുന്നില്ല. അവൻ സംശയത്തോടെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 6 മണി ആവുന്നതേയുള്ളൂ. ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ കുളിക്കുകയാണെന്ന് അഗ്നിക്ക് മനസ്സിലായി. അവൻ പതിയെ ബെഡിൽ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവന് നെറ്റി നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. വേദന കൊണ്ട് അഗ്നിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. എങ്കിലും അവൻ പതിയെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. ബാത്റൂം ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ്റെ നോട്ടം അങ്ങോട്ടേക്ക് പോയി. കുളി കഴിഞ്ഞിറങ്ങി വരുന്ന ജ്വാലയെ അവൻ കണ്ണുവിടർത്തി നോക്കി. മുട്ടിന് അല്പം കൂടി താഴെ നിൽക്കുന്ന ഒരു പിസ്ത കളർ ടോപ്പാണ് അവളുടെ വേഷം. തലമുടി ടവൽ കൊണ്ട് ചുറ്റി കെട്ടിവെച്ചിട്ടുണ്ട്. എങ്കിലും അതിനകത്ത് പെടാതെ അവളുടെ മുഖത്ത് അവിടെവിടായി പറ്റിപ്പിടിച്ച് കിടക്കുന്ന മുടിയിഴകളും. അഗ്നി അവളെ കണ്ണിമ ചിമ്മാതെ നോക്കി. തലയിലെ കെട്ടൊന്നുകൂടി ശരിയാക്കിയ ശേഷം ബെഡിലേക്ക് നോക്കിയപ്പോഴാണ് ജ്വാല ബെഡിൽ തന്നെ നോക്കിയിരിക്കുന്ന അഗ്നിയെ കാണുന്നത്. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു.
അഗ്നിയും അവളിൽ നിന്നും കണ്ണുകൾ തെല്ലും മാറ്റാതെ അവളെ നോക്കി പുഞ്ചിരിച്ചു. നീ എന്തെന്ന് നേരത്തെ എഴുന്നേറ്റ്? അല്ലെങ്കിൽ ഞാൻ വിളിക്കാതെ ഉണരാറില്ലല്ലോ. എന്താ ഇന്ന് കോളേജിൽ നേരത്തെ പോകേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അവൻ സംശയത്തോടെ ചോദിച്ചു. ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി. അത് കണ്ട് അവൻ നെറ്റിച്ചുളിച്ചു. അവൾ അവനെ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് ടേബിളിൽ നിന്നും സിന്ദൂരച്ചെപ്പ് കയ്യിലെടുത്തു. അഗ്നി അവളെ മിഴിച്ചു നോക്കി. കുഞ്ഞാ, എന്താ ചെയ്യുന്ന നീ? കോളേജിൽ പോകുമ്പോ സിന്ദൂരം എന്തിനാ? അവൻ ചോദിച്ചിട്ടും അവളത് കേട്ടതായി പോലും ഭാവിക്കാതെ പതിയൊരു നുള്ള സിന്ദൂരം വിരലിൽ നുള്ളിയെടുത്തു. പതിയെ അവ സീമന്തരേഖയിലേക്ക് കൊണ്ടുപോയെങ്കിലും പിന്നെ എന്തോ ഓർത്തതുപോലെ അവൾ അത് അതുപോലെ തന്നെ ചെപ്പിലേക്ക് വെച്ച് അഗ്നിയുടെ അടുത്തേക്ക് നടന്നു. അഗ്നി അവൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ അവളെ നോക്കിയിരിക്കുകയാണ്. ജ്വാല അഗ്നിയുടെ അടുത്ത് ബെഡിൽ വന്നിരുന്ന് സിന്ദൂരച്ചെപ്പ് അവന് നേരെ നീട്ടി. അവൻ എന്താ എന്ന പോലെ അവളെ നോക്കി. എന്താ നോക്കണേ? എനിക്കിത് ഇട്ടുതാ ദേവേട്ടാ. അവള് ചുണ്ടുകുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ പുരികം വളഞ്ഞു. എന്തിന്? നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഇല്ല, എനിക്കിത് തൊട്ടുതാ. ജ്വാല വീണ്ടും പറഞ്ഞു. അതെന്താ പോവാത്തെ? ദേവണ്ണെ, കളിക്കല്ലേ. പഠിക്കാൻ പോവാൻ തുടങ്ങിയ സമയം തൊട്ട് മിക്ക ദിവസം നിനക്ക് ലീവ് തന്നെയാണല്ലോ. ഇതൊന്നും നടക്കില്ല. കോളേജിൽ പോവാൻ നോക്ക്. അവൻ ഗൗരവത്തിൽ പറഞ്ഞു. ഞാനിന്ന് പോണില്ല. ഇന്നല്ല, കുറച്ചു ദിവസം ഞാൻ പോണില്ല. ദേവേട്ടനെ നിർബന്ധിക്കണ്ട. അവള് മുഖം വീർപ്പിച്ച് പറഞ്ഞതും അഗ്നിക്ക് ചിരി വന്നു പോയി. അമ്പോ, അതിന് കുഞ്ഞിക്കവൾ എന്തിനാണാവോ ഇങ്ങനെ വീർപ്പിച്ചു വെക്കുന്നേ? അവൻ അവൾ ഇരു തോളിലൂടെയും കൈചുറ്റി അവളെ അടുത്തേക്ക് ചേർത്തുകൊണ്ട് ചോദിച്ചു. പിന്നെ എന്നോട് കോളേജിൽ പോന്ന് പറഞ്ഞാ എനിക്ക് ദേഷ്യം വരൂലേ? ഞാൻ പോണില്ല. അവള് ചുണ്ടുകൊട്ടി. അതിന്റെ കാരണം ഞാൻ ചോദിച്ചേ. അവൻ കണ്ണു ചുരുക്കി. ജ്വാല അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അല്പനേരം. എന്താടാ? അവളുടെ നോട്ടം കണ്ട് അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു. പക്ഷെ ജ്വാലയുടെ നോട്ടം അവന്റെ നീര് വെച്ച മുഖത്തായിരുന്നു. ഇന്നലത്തേക്കാൾ നീര് കൂടിയതുപോലെ. പക്ഷെ ചുണ്ടിന്റെ വീക്കം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ കണ്ണുകളിലെ ക്ഷീണം അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ജ്വാലയുടെ മുഖം പൊടുന്നനെ മങ്ങി. കുഞ്ഞാ, അഗ്നി പതിയെ വിളിച്ചു. ഞാനിനി ദേവേട്ടന്റെ ഓക്കെ ആയിട്ടേ കോളേജിലേക്ക് പോണുള്ളൂ. അല്ലാച്ച എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. കോളേജിൽ പോയാലും പഠിക്കാൻ പറ്റില്ല. അവളുടെ സ്വരമിടറി. അവള് സിന്ദൂരച്ചെപ്പ് പതിയെ ബെഡിലേക്ക് വെച്ചു. അഗ്നി അവളെ കൂർപ്പിച്ചൊന്ന് നോക്കി. അതിന് നീ ലീവ് എടുത്തിട്ട് എന്താ കാര്യം? ഞാനിതാ ഓഫീസിലേക്ക് പോവാൻ തുടങ്ങുക. ഇത് അവൻ പറഞ്ഞതും ജ്വാല അവനെ ദേഷ്യത്തോടെ നോക്കി. അവളുടെ ചുവന്നു വരുന്ന മുഖത്തേക്ക് അവൻ കുറുമ്പോടെ നോക്കുന്നുണ്ട്. എന്താടി പൂച്ചക്കുട്ടി, ഞാൻ പറഞ്ഞ സത്യ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോവാൻ പോവാ. അവൻ പറഞ്ഞു. ദേവേട്ടൻ ഇന്ന് എവിടെയും പോണില്ല. ഇന്നല്ല, ഇനി ദേവേട്ടന്റെ മാറണ വരെ എവിടെയും പോണില്ല. ഒരാഴ്ച ശ്രദ്ധിക്കണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞ്. അതുകൊണ്ട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോളണം. അവള് ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. അഗ്നി അവളെ വാപൊളിച്ചു നോക്കി. തുടരും.